ഒരു പ്രത്യേകമില്ല. ഹായ്, ഹലോ, വെൽക്കം ടു അവർ വ്ലോഗ്സ്. ഇന്നല്ലോ നട്ടപ്പാതിരിക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരു തോന്നും. കാരണം എന്താണെന്നറിയോ, കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ആസ് യൂഷ്വൽ വലിയ ഒരു പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു ബർത്ത്ഡേ. പക്ഷെ ഞാൻ വിചാരിച്ച ഇപ്രാവശ്യം നമുക്കതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്താലോ. എങ്ങാനും ചക്കിട്ടപ്പം മൊയിലിന്റെ മേല് വീണു എന്ന് പറയില്ലേ നമ്മള്, അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായാലോ. അപ്പൊ എന്തായാലും എന്റെ ഒരു ബർത്ത്ഡേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കാം. എല്ലാം ഓരോ പ്രതീക്ഷയാണോ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ജീവിക്കുക. ചിലത് നടക്കും, ചിലത് നടക്കില്ല. ചിലത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ച് പോവാം. ഇനി എന്തായാലും എന്താ പറയാ, എന്റെ മാതാശ്രീ സംഭവം എന്റെ പിറന്നാൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആസ് യൂഷ്വൽ അച്ഛനും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി എന്റെ അമ്മ നേരം വിളിച്ചാവുമ്പോ തന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ കെട്ടിയോന്ന് അറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തായാലും നാളത്തെ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം. വലിയ എഡിറ്റിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പൊ എന്തായാലും പറ്റുന്നത് പോലെ ഞാൻ എടുക്കാം. ഇത് ഈ സമയം എങ്ങനെയുണ്ട് മൈലഞ്ചി? ചെറുതായി പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് റെഡ് ടൈപ്പ്. അപ്പൊ എനിക്ക് എത്ര വയസ്സായി അറിയണ്ടേ. അപ്പൊ 1994 April 7 അതായിരുന്നു എന്റെ ബർത്ത്ഡേ. അതാണ് എന്റെ ബർത്ത്ഡേ. പക്ഷെ നമ്മൾ നാളെ നോക്കണ കാരണമുണ്ട് പിറന്നാള് വരുന്നത് നാളെയാണ്. അപ്പോ ഈ ദിവസങ്ങളിൽ പിറന്നാളുള്ള ആരേലും ഇത് കാണാനുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്ക്. അറിയാൻ ആർക്കൊക്കെ എന്റെ നാൾ തന്നെ. ബാക്കി നാളെ കാണാം. നിങ്ങൾക്ക് പറ്റാം. ഇനി അടുത്തത് അല്ല, ഇനി നാളത്തെ വിശേഷങ്ങൾ ഞാൻ ചെയ്തോട്ടെ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിരിക്കും എന്റെ ചേട്ടൻ വന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കിടക്കാൻ പോവാട്ടോ. അപ്പൊ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിന് എങ്ങാനും പുള്ളി ഓർത്ത് വെച്ചിട്ടുണ്ടോന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായില്ല. അത് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ റീച്ച് പോയ ഒരു ഷോർട്ടാണ് കേട്ടോ, ഒരു വീഡിയോ ആയിരുന്നു അത്. സത്യം പറയാന്നുണ്ടെങ്കിൽ ആ ഒറ്റ വീഡിയോ കാരണം അതാ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് തന്നെ നമ്മുടെ നാട്ടുകാരിൽ ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞത്. അപ്പൊ എന്തായാലും പുള്ളി എന്തായാലും ഓർത്തിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, അതായത് ബർത്ത്ഡേ അന്നത്തെ ദിവസം ആസ് യൂഷ്വൽ ഒരു ദിവസം തന്നെ, വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. ആരും അറിഞ്ഞിട്ടില്ല, പിള്ളേരും അറിഞ്ഞിട്ടില്ല, കെട്ടിയവനും അറിഞ്ഞിട്ടില്ല. പിന്നെ കുട്ടീസിനാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായ രാവിലെ തന്നെ ഡ്യൂട്ടീസ് ഒക്കെ വേഗം കഴിച്ചു. കാരണം കുട്ടീസിന് ഫുഡൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ അവര് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേക്ക് എവരീനെയും കൂടെ റെഡിയാക്കി അംഗനവാടി വിട്ടിട്ട് നമ്മളൊന്ന് അമ്പലത്തിൽ പോവാണേ. ഓൾമോസ്റ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇതുപോലെ അമ്പലത്തിൽ പോകാറുണ്ട്. കാരണം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചേട്ടന് ഷോപ്പില്ല. അപ്പൊ പിന്നെ എവിടെ ഉണ്ടാവുക, കുട്ടീസ് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകും. നമ്മുടെ വീടിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അമ്പലവും ഉണ്ട് കേട്ടോ. പോവാൻ നിന്നപ്പോഴാണ് ദേ നമ്മുടെ മുല്ലപ്പൂ നിറച്ചുണ്ടായി നിൽക്കുന്നത്. ഇതിൽ എത്രത്തോളം സൂമായി എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ടില്ല അല്ലെ, ഞാൻ സൂം ചെയ്യാൻ മറന്നുപോയി. അപ്പൊ നിറച്ച് മുല്ലപ്പൂ നിൽക്കണ്ടായിരുന്നു. അപ്പൊ അതിന് 2-3 പൊട്ടിച്ചതാട്ടോ, കിട്ടൂല, ഏറ്റവും മുകളിലാണ്. അങ്ങനെ കുഞ്ഞാട്ടീനെ അംഗനവാടിയിലും വിട്ട് നമ്മൾ സ്കൂളിൽ പോയി. അപ്പൊ കൂട്ടിന് പോയപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കിട്ടിയിട്ടോ വണ്ടിയില്. അപ്പൊ അവൾക്കും കൂടെ ഒരു ലിഫ്റ്റ് കൊടുത്ത് അവളെ അവിടെ കാലടിയിൽ ഇറക്കിയിട്ട് നമ്മൾ പോകുന്നത് ഇപ്പൊ നീലാങ്കുളങ്ങര അമ്പലത്തിലാണേ. കാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്നത് ഫുൾ യുദ്ധത്തിന്റെ വിഷയമാണ്. എന്താണെന്നറിയില്ല, ഈ മനുഷ്യന്റെ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ കയ്യിലുള്ളതിലും കൂടുതൽ ഡാറ്റാസ് ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ബോംബ് ഇട്ടു, എത്ര ബോംബ് പൊട്ടി, എത്ര ബോംബ് നിർവീര്യമാക്കി എന്നൊക്കെ ഫുൾ കണക്കെടുപ്പാണ് മക്കളെ. 24 മണിക്കൂറും പല പല ന്യൂസ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് ആയതിനോടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്നോടും കൂടെ പറഞ്ഞു തരാണ്. സ്വന്തം ഭാര്യയുടെ പിറന്നാളാന്നുള്ള കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യവും ഈ മനുഷ്യനറിയാം. അങ്ങനെ നമ്മൾ എത്തി. ഈ അമ്പലം ഉണ്ടല്ലോ നമ്മുടെ കാലടിന്ന് എയർപോർട്ട് റോഡിലാണ് കേട്ടോ, എയർപോർട്ടിലേക്ക് പോണ റോഡിലാണ്. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും പണ്ട് രാജേട്ടൻ ഗൾഫിലായിരുന്ന സമയത്ത് രാജേട്ടനെ എയർപോർട്ടിലേക്ക് വിടാനായിട്ട് പോണ ദിവസം എയർപോർട്ടിലേക്ക് പോകുമ്പോ ഈ അമ്പലത്തിൽ പൈസ ഇട്ടിട്ടാട്ടോ പോകാറ്, ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ ഒന്ന് തൊഴാൻ വന്നതാട്ടോ. ഇന്നോട് ഉത്സവമാണ്. നേരെ വന്ന വഴി തന്നെ പറ നിറയ്ക്കാനായിട്ട് നിൽക്കണേ.
അപ്പൊ പിന്നെ എന്തായാലും ഒരു പിറന്നാളല്ലേന്ന് വെച്ചിട്ട്, അല്ല ഒരു പിറന്നാളല്ല, എന്റെ പിറന്നാളല്ലേന്ന് വെച്ചിട്ട് പുഷ്പാഞ്ജലി ഒക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത്. ഈ പറ നിറയ്ക്കണത് എന്തിനാന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഏത് അമ്പലത്തിൽ ഉത്സവം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പറ നിറയ്ക്കും. അത് ശീലമായി പോയി. അങ്ങനെ നെൽപ്പറയാട്ടോ നിറച്ചത്. അങ്ങനെ പറയൊക്കെ നിറച്ച് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു വരാൻ പോവാണേ. ഒരു ചെറിയ രീതിയിൽ ഈ മനുഷ്യൻ ഓർത്ത് വച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിട്ടോ. കാരണം ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇത്ര വലിയ ആനക്കാര്യമൊന്നും അല്ല, എന്നാലും ഒരു ചെറിയൊരു ആഗ്രഹം. അതെ, ഇന്നെന്തിനെ പറ്റി പ്രത്യേകത എന്താ? ഒരു പ്രത്യേകതയില്ല. അതെ, നീ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നീ എത്ര ബോംബ് ഇട്ടു ഇറാനില്? എന്തേലും പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്? പറഞ്ഞുണ്ട് എന്തേ പെണ്ണല്ലേ? അറിയില്ല, പറയേ. ഇന്ന് എന്റെ പിറന്നാളാ. അതെന്തോ മലയാള മാസല്ലേ നോക്കാം. ഞാന് ഏപ്രിലല്ലേ വിചാരിച്ചേ. പേപ്പറിലാണ് നോക്കുമ്പോ അല വർഷല്ലോ. എന്ന ഡേറ്റ് ആലോചിക്ക് പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 കൊല്ലായി. ഈ 13 കൊല്ലം സ്ഥിരമായി നടക്കുന്ന പോലെ ഇപ്രാവശ്യം ആ പുള്ളി അത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പൊ കുട്ടീസിന് എക്സാം ആയാലും ഉച്ചയാകുമ്പോഴേക്കും ക്ലാസ് കഴിയുമല്ലോ. അപ്പൊ അതാ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ്. ഇതെല്ലാ ചൊവ്വാഴ്ചയും പോകാറുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പിള്ളേർ ഇതുപോലെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടീസിന് ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ ഒരു വലുതാകുമ്പോൾ ഇവർക്ക് ഈ ഓർമ്മകളൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ അവിടെ ചെന്ന് മര്യാദയ്ക്ക് സ്കൂൾ ബസ്സിൽ വീട്ടിൽ വന്ന് അങ്ങനത്തെ പിള്ളേരെ അതിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ കണ്ണന് കാര്യം മനസ്സിലായി എന്നെ ബർത്ത്ഡേ ആണ്. പിന്നെ 100 ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ട് സന്തോഷിക്കില്ല. എക്സാം കഴിഞ്ഞതിന്റെയാണ് അമ്മേന്റെ ബർത്ത്ഡേ. നമ്മുടെ ഷോപ്പ് ആകെ ചൊവ്വാഴ്ച ഒരു ദിവസം മാത്രമേ മുടക്കുള്ളൂ കേട്ടോ ആഴ്ചയില്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഒരു തേങ്ങ നടക്കൂല. ആസ് യൂഷ്വൽ ഇപ്രാവശ്യം അങ്ങനെ തന്നെ. അപ്പഴാ നമ്മള് സ്കൂളിൽ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോ വെറുതെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി ചേട്ടനും അറിയില്ല, പോയി ഞങ്ങൾക്കും അറിയില്ല. വെറുതെ നമ്മുടെ കാലിപ്പുഴയുടെ അവിടേക്കൊന്ന് പോയിട്ടുണ്ടായിട്ടോ. വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ വെറുതെ. നല്ല വെയിലായ അപ്പൊ തന്നെ തിരിച്ചു വന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നു ഉറങ്ങി ഇച്ചിരി നേരം കേട്ടോ. അത് കഴിഞ്ഞപ്പോ നല്ല ഉഷാറ്. പിന്നെ വൈകുന്നേരം വന്ന് കുട്ടീസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മള് കണ്ണന് ട്യൂഷന് വിട്ടു കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബേക്കറിയിലേക്ക് ഒന്ന് പോയതാണ് ഇത്തിരി നേരം. അപ്പൊ എന്തിനു പറയുന്നു, എന്റെ ചേട്ടനൊഴികെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു എന്റെ പിറന്നാളാണ്. കാരണം എല്ലാവരും സ്റ്റാറ്റസ് കണ്ടേ. അങ്ങനെ ഞാൻ കുറച്ചു നേരം ബേക്കറിയിൽ നിന്നപ്പോഴേക്കും പുള്ളി വേഗം വന്ന് ഇവിടെ ഫുഡ് കോർട്ടിലത്തെ നാളത്തെ രാവിലത്തെ ഓർഡറുകൾ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഇനി ഒരു റെയ്ഡാണ് മക്കളെ. എല്ലാ പ്രാവശ്യവും ഉമ്മാര് ബേക്കറിയിൽ കയറി കഴിഞ്ഞാലും സർവത്ര സാധനം എടുത്തോണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ പരിശോധിക്കുക എന്തൊക്കെയാണ് എടുത്തേക്കണേന്ന് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം വലിയതായിട്ടൊന്നും എടുക്കണ്ടായില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു സെന്റി അടിച്ചു കിട്ടോ. വേറൊന്നല്ല, നമ്മുടെ ബേക്കറി ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ എന്നോട് തന്നെ ആലോചിച്ചു, ഈശ്വര സ്വന്തമായിട്ടൊരു ബേക്കറി നടത്തുന്ന ഈ പുള്ളിക്ക് ഒരു കേക്ക്, ഒരു ½ kg ഒരു കേക്ക് മേടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊണ്ടുവരാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓർമ്മക്കുറവല്ലേ, മനുഷ്യ സാധാരണമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. കുറച്ചു നേരം സെന്റി അടിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരമൊന്നും കിട്ടിയില്ല. പിന്നെ പിള്ളേരുടെ കലബിലായതുകൊണ്ട് അധികം നേരം സെന്റി അടിച്ചിരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ കണ്ണന്റെ ട്യൂഷൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മള് എന്താ പറയാ മീലുകളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഇത് ഒരു പ്രത്യേക കാര്യമൊന്നുമല്ല. ചൊവ്വാഴ്ചകളിൽ സാധാരണ രാത്രി ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറ്. അതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോ
ഇന്ന് ബർത്ത്ഡേ ആയിട്ട് പോയതല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആ ഫുഡ് കഴിച്ചപ്പോ ഈ ഫുഡ് പക്ഷേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കുട്ടികളെ, നല്ല ഭംഗിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ബോഡി ഷേപ്പും വണ്ണം കുറവൊക്കെ ഉള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ആയി കേട്ടോ. ഞാനിട്ടപ്പോ ഇങ്ങനെ ഇരിക്കാതെ ആരും ശ്രദ്ധിക്കണ്ട. പക്ഷെ സംഭവം നല്ല രസം കേട്ടോ, ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോ അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം കണ്ണാടി ഞാൻ തന്നെ നിന്നത് ആലോചിച്ചു, ഈശ്വര ഇത് ഞാൻ പണ്ടിട്ടിരുന്നെങ്കിൽ എന്ത് ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ആ ട്യൂഷൻ കഴിഞ്ഞ് കണ്ണനെയും കൂടെ വണ്ടി കയറ്റിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പൊ ഈ കാണുന്നതുണ്ടല്ലോ ഈ ചെണ്ടകൊട്ട്, നമ്മൾ രാവിലെ ഒരു അമ്പലത്തിൽ പോയില്ലേ, ആ അമ്പലത്തിലത്തെ തന്നെയാട്ടോ. ആ അമ്പലത്തിന്റെ എന്തോ വൈകുന്നേരത്തെ എന്തോ പ്രദക്ഷിണോ അല്ല എന്തേലും പറയാ, കാലോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ദാ കണ്ണനെയും അച്ചുവും ഗൗരിയും കുട്ടീസിനെ അല്ല 3 ആളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണേ. അങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി, നല്ല തിരക്കായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നിറച്ച ആൾക്കാർ അമ്പലത്തിലേക്ക് വരണുണ്ടായിരുന്നു. പിന്നെന്താ രാവിലത്തെ ആ ഒരു ലുക്കേ അല്ല, വൈകുന്നേരം കണ്ട നല്ല ഭംഗി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവാണേ. ഇന്ന് നമ്മളൊരു പുതിയ ഷോപ്പിലാട്ടോ പോയത്, കാരണം ഇതധികം ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ അങ്കമാലിക്ക് പോയപ്പോ കണ്ടിരുന്നു, പക്ഷെ അന്ന് കയറാൻ പറ്റിയില്ല. അപ്പൊ ഇന്നാണ് കയറിയത്. മക്കാനി പുതിയ സ്ഥലമായതുകൊണ്ട് എങ്ങനെയുണ്ടാവുന്ന ട്രൈ ചെയ്യാനായിട്ട് കയറിയതാണ്. പിന്നെ ഈ ഒരു കാര്യം എന്റെ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവം കേട്ടോ. ഏത് ഒരു കട പുതിയത് കണ്ടാലും അപ്പൊ അവിടെ കയറി എന്തെങ്കിലും കഴിച്ചാലേ പുള്ളിക്ക് സമാധാനമുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആംബിയൻസ് മാത്രമല്ല, ഫുഡ് കഴിച്ചപ്പോൾ അത് മനസ്സിലായി, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയ്ക്കുള്ളൂ കേട്ടോ കുട്ടികളെ. അപ്പൊ അങ്ങനെ വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ വെച്ച് തീരുകയാണ്. പിന്നെന്താ, അപ്പൊ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും കാണാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ടാറ്റ. ഇനിയും വീഡിയോ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവൂല. കുട്ടീസിനൊക്കെ ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ ടാറ്റ, ബൈ, സീ യു.